So welcome back to our channel. So നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന CST 205 അതായത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാം യൂസിങ് ജാവ എസ്ട്രയിലെ മെയിൻ കോർ പേപ്പർ ആണ് ജാവ. സോ ഇതിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഇൻട്രൊഡക്ഷൻ വീഡിയോ. ഫസ്റ്റ് നമ്മൾ മൊഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്തു. മൊഡ്യൂൾ 1 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത് അപ്രോച്ചസ് ടു സോഫ്റ്റ്വെയർ ഡിസൈൻ ആണ്. അതിൽ നെക്സ്റ്റ് നമുക്ക് മൊഡ്യൂൾ 1 പഠിക്കാനുള്ള ടോപ്പിക്ക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈനും ഒബ്ജക്റ്റ് ഓറിയന്റഡ് കോൺസെപ്റ്റ്സ് എന്താണ്. സോ ബേസിക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് കോൺസെപ്റ്റ്സും എന്താണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈൻ എന്ന് നമുക്ക് നോക്കാം. So object-oriented design (OOD). Object-oriented design is based on the objects and interaction between the objects. Interaction between the objects is called message communication. അപ്പോൾ object-oriented design മെയിൻലി എന്താണ് ഈ ഒബ്ജക്ട്സ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്ട്സിനെ ബേസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ ഡിസൈൻ മെയിൻലി മേക്ക് ചെയ്യുന്നത്. അത് മെയിൻലി ഇൻട്രാക്ഷൻ ഓഫ് ദ ഒബ്ജക്ട്സിനെ പറയുന്നത് മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ ആണ്. In the object-oriented design approach, the system is viewed as a collection of objects. So, object-oriented design viewil നോക്കുമ്പോൾ ആ ഒരു സിസ്റ്റം എന്തായിരിക്കും ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആയിട്ടായിരിക്കും, അതായത് എൻറ്റിറ്റീസ് എന്ന് പറയും. ഇറ്റ് ഇൻവോൾവ്സ് ദ ഡിസൈനിങ് ഓഫ് ഒബ്ജക്ട്സ്, ക്ലാസസ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്ലാസസ്. The state is decentralized among the objects and each object manages its own state information. OOD follows bottom-up approach. ഇതിൽ മെയിനായിട്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ ഈസ് ബേസ്ഡ് ഓൺ ദ ഒബ്ജക്ട്സ് ആൻഡ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഒബ്ജക്ട്സ്. മെയിൻലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈനിൽ ബേസ് ചെയ്തിരിക്കുന്ന ഒബ്ജക്ട്സും ആണ്, അതേപോലെ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഒബ്ജക്ട്സും ആണ്. ഇറ്റ് ഇൻവോൾവ്സ് ദ ഡിസൈനിങ് ഓഫ് ഒബ്ജക്ട്സ്, ക്ലാസസ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്ലാസ്. മെയിൻലി ഇതിലുണ്ടാവുന്ന ഡിസൈൻസ് ഒക്കെ ഒബ്ജക്ട്സിൻ്റെ ഡിസൈൻ ആവാം, ക്ലാസസിൻ്റെ ഡിസൈൻസ് ആയിരിക്കും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്ലാസസ്. ക്ലാസസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഡിസൈനിങ് ആയിരിക്കാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബാങ്കിങ് പ്രോസസ്സാണ്. അതായത് ഇവിടെ കസ്റ്റമർ, മണി, അക്കൗണ്ട് ഇതൊക്കെയാണ് എന്ത് ഒബ്ജക്ട്സ് ആയിട്ട് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ മനസ്സിലായല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ള ബേസിക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ്സ് ആണ്. In OOD, implementation of a software is based on the concepts of object. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ ആയതുകൊണ്ട് മെയിൻലി ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്തിൻ്റെ കോൺസെപ്റ്റിലായിരിക്കും, ഒബ്ജക്ട്സിൻ്റെ കോൺസെപ്റ്റിലായിരിക്കും. ദിസ് അപ്രോച്ച് ഈസ് വെരി ക്ലോസ് ടു ദ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ. ഇത് വെരി ക്ലോസ് ടു നമ്മുടെ റിയൽ വേൾഡിലുള്ള ആപ്ലിക്കേഷൻസ് ആയിട്ട് വളരെ സാമ്യതയുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ. മെയിൻലി നമുക്ക് ഉള്ള അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് ക്ലാസ്. നമുക്ക് മൊത്തത്തിൽ 6 കോൺസെപ്റ്റ്സ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ക്ലാസ്. എന്താണ് ക്ലാസ്? ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ്. ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ക്ലാസ്. എ ക്ലാസ് ഇസ് എ ബ്ലൂ പ്രിന്റ് ഓർ പ്രോട്ടോടൈപ്പ് ഫ്രം വിച്ച് ഒബ്ജക്ട്സ് ആർ ക്രിയേറ്റഡ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ പ്രിന്റ് പോലെ ആക്ട് ചെയ്യുന്ന ഒരു പ്രോട്ടോടൈപ്പ് എന്ന് പറയാം. അതിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്, ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാം. ഡേറ്റ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫംഗ്ഷൻ എന്ന് പറയാം. അതുപോലെ ഇറ്റ് ഈസ് ഓൾസോ എ ബ്ലൂ പ്രിന്റ് ഓർ എ പ്രോട്ടോടൈപ്പ് ഫ്രം വിച്ച് ഒബ്ജക്ട്സ് ആർ ക്രിയേറ്റഡ്. ഒരു ജനറലൈസ്ഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് നമുക്ക് ക്ലാസ്സിലൂടെ പറയാൻ പറ്റും. സോ ക്ലാസ് ഈസ് ഓൾസോ എ ജനറലൈസ്ഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ഒബ്ജക്റ്റ്. നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ്, ആക്ട് ആസ് എ ടൈപ്പ് ഓർ കാറ്റഗറി. സോ ക്ലാസ് നമ്മൾ സിംപ്ലി പറഞ്ഞാൽ ക്ലാസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്ലാന്റ്സിന് ഓരോ ക്ലാസ് ഉണ്ട്, അതേപോലെ നമ്മുടെ ആനിമൽസിന് ഒരു ക്ലാസ് ഉണ്ട്. ആ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അതായത് എല്ലാത്തിനെയും കൂടെ ഒരുമിച്ചൊരു ഗ്രൂപ്പ് ഓഫ് ഐറ്റത്തിന് ജനറലൈസ്ഡ് ചെയ്ത ഒരു കാര്യം. അതായത് ഇപ്പോൾ ഇത് ക്യാറ്റ്, പുലി ഇതൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് അതല്ലേ. റെപ്റ്റൈൽസിൻ്റെ ഒരുപാട് റെപ്റ്റൈൽസ് ഉണ്ട്, അതിനൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് റെപ്റ്റൈൽസ് എന്ന് പറയും. അതേപോലെ ബേർഡ്സ് ആയാലും അതൊക്കെ അതിൻ്റെ ഒരു ക്ലാസ്സാണ്. ആ ക്ലാസ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ജനറലൈസ്ഡ് ഡിസ്ക്രിപ്ഷൻ ഒരു ഒബ്ജക്റ്റിൻ്റെ, അതായത് ഇപ്പോൾ പട്ടിയുടെ ആണെങ്കിൽ ആ പട്ടിയുടെ ഒരു ജനറലൈസ്ഡ് ഡിസ്ക്രിപ്ഷൻ ആണ് ആ ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഒബ്ജക്റ്റ്. ആൻഡ് ഒബ്ജക്റ്റ് ഈസ് എ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. ഈ ക്ലാസിൻ്റെ ഇൻസ്റ്റൻസ് ആണ് എന്ത്, ഒബ്ജക്റ്റ്. അതായത് ഒബ്ജക്ട്സ് ആർ റിയൽ വേൾഡ് എൻറ്റിറ്റീസ് ദാറ്റ് ഹാസ് ദ ഓൺ സ്റ്റേറ്റ് ആൻഡ് ബിഹേവിയർ. ആൻഡ് ഒബ്ജക്റ്റ് ഹാസ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. നമ്മൾ പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല, ഫിസിക്കലി അങ്ങനെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല. പക്ഷേ ഒബ്ജക്റ്റിന് എന്തുണ്ടാവും, ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസും ഉണ്ടാവും, അതിന് ദെയർ ഓൺ സ്റ്റേറ്റും ബിഹേവിയറും കാണും. ഓക്കെ, എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എന്താ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നോക്കിക്കേ, ക്രിയേറ്റ് ഇൻസ്റ്റൻസ്. ഈ ഒരു ഒബ്ജക്റ്റ് നമുക്ക് ക്ലാസ് എന്ന് പറയുമ്പോൾ ക്ലാസ്സിൻ്റെ ഡേറ്റ മെമ്പേഴ്സും മെത്തേഡ്സും ആണ് പറഞ്ഞിരിക്കുന്നത്. ക്ലാസ് എന്ന് പറയുമ്പോൾ പലതരം ക്ലാസ് ഉണ്ട്. ഇതിലെല്ലാം കോമൺ, അതായത് കാർ, പലതരം കാറുണ്ട്.
വാഗ്നർ, ഓരോരോ ടൈപ്പ് കാറുണ്ട്. അതിനെല്ലാം കൂടി നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് നെയിം എന്ത് പറയും? ക്ലാസ് എന്ന് പറയും. അതാണ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്ലാസ് ഏതാണ്? കാർ എന്നാണ്. ഒറ്റ പേരേ ഉള്ളൂ അതിന് കാർ. ഏത് ടൈപ്പ് ഏത് മോഡലായാലും അതിന് എന്ത് പേരേ ഉള്ളൂ? കാർ. അതാണ് ക്ലാസ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓരോരോ കാറില്ലേ, വാഗ്നർ ആയാലും ഇതിനെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? ഒബ്ജക്റ്റ് എന്ന് പറയും. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ളതിനൊക്കെ നമുക്ക് എന്തെന്ന് പറയും? ഒബ്ജക്റ്റ് എന്ന് പറയും. മനസ്സിലായോ? ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ്. Let's take student as a class. James is an instance or object of the class. Student object has a physical instance while a class is just a logical definition. Class എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ലോജിക്കൽ ഡെഫിനിഷൻ. അതായത് നമുക്കിവിടെ ക്ലാസ് സ്റ്റുഡൻറ്റ്, ഇതിൽ നെയിം, റോൾ നമ്പർ ഇതൊക്കെ എന്തുവാണ്? ഇതൊരു ബ്ലൂ പ്രിൻ്റ് ആണ് മെയിലിൽ. ഈ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളായിരിക്കും ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഓക്കെ, കുട്ടികളാണ് എന്ത് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്റ്റുഡൻറ്റ്, എന്താ വെച്ചാൽ ആ ഒരു സ്റ്റുഡൻറ്റ്, അതാണ് അവരുടെ ക്ലാസ്. ഇതെല്ലാം കുട്ടികൾ ഒബ്ജക്റ്റാണ്. ഈ കുട്ടികളെല്ലാവരും കൂടി സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസ് ആയിരിക്കും അവരുടെ ക്ലാസ്. മനസ്സിലായോ? ഇനി നമുക്ക് സെക്കൻഡ് രണ്ട് കോൺസെപ്റ്റാണ് മെയിൻലി പഠിച്ചത്, ക്ലാസ്സും ഒബ്ജക്റ്റ്. ഇനി പഠിക്കാനുള്ള അബ്സ്ട്രാക്ഷൻ എന്താണ്? അബ്സ്ട്രാക്ഷൻ മീൻസ് ഡിസ്പ്ലേയിങ് ഓൺലി എസെൻഷ്യൽ ഇൻഫർമേഷൻ ഹൈഡിങ് ദ ഇന്റേണൽ ഡീറ്റെയിൽസ്. സോ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എസെൻഷ്യലായിട്ട് ആവശ്യമുള്ള ഇൻഫർമേഷൻ അത് മാത്രം ഡിസ്പ്ലേ ചെയ്യുന്നതാണ് അബ്സ്ട്രാക്ഷൻ. ബാക്കി ഇന്റേണൽ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യും? ഹൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എസെൻഷ്യലി കാണിക്കാനുള്ള, പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പുറത്ത് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് എന്ത്? അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ജനറലൈസിങ് തിങ്സ് അറ്റ് ഡിസൈൻ ലെവൽ. ഡിസൈൻ ലെവലിൽ തിങ്സിനെ ജനറലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? abstraction. Data abstraction refers to providing only essential information about the data to the outside world, hiding the background details or implementation. So I'll mainly ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അബ്സ്ട്രാക്ഷൻ വെരി ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ പറഞ്ഞുതരാം. എ മാൻ ഡ്രൈവിങ് എ കാർ. ഒരാൾ കാർ ഓട്ടിക്കുകയാണ്. സഡൻലി എന്ത് ചെയ്തു? അയാൾ ബ്രേക്ക് അപ്ലൈ ചെയ്തു. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പം നമുക്ക് ജസ്റ്റ് അതിപ്പം സ്പീഡ് കുറയ്ക്കുകയാണെങ്കിൽ ബ്രേക്ക് നമ്മൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ മാത്രമേ ചെയ്യത്തുള്ളൂ. അതിൻ്റെ അകത്ത്, അതായത് ആ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെ പ്രോസസ്സ് നടന്നതാണ്, അതാണ് ഈ പറയുന്ന അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ബ്രേക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്തപ്പോൾ വണ്ടി നിന്നു. വണ്ടി നിൽക്കാൻ വേണ്ടി ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് നമുക്ക് അറിഞ്ഞോ? ഇല്ല. നമ്മൾ ജസ്റ്റ് ബ്രേക്ക് അപ്ലൈ ചെയ്തു, നമുക്ക് അതിൻ്റെ റിസൾട്ട് മാത്രമേ കിട്ടുള്ളൂ. പുറത്ത് വണ്ടി നിന്നു, ആ റിസൾട്ടേ കിട്ടുള്ളൂ. അത് എങ്ങനെ അത് നിന്നു, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്യുന്ന പറയുന്ന പേരെന്താണ്? അബ്സ്ട്രാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് പഠിക്കുള്ള എൻക്യാപ്സുലേഷൻ. The wrapping up of data or variables and functions or methods that operates on the data into a single unit called class is known as encapsulation. മെയിൻലി പറഞ്ഞാൽ ഒരു ഡേറ്റയെ പൊതിഞ്ഞ് കെട്ടി വയ്ക്കുന്ന മെക്കാനിസത്തെ നമുക്ക് എന്ത് പറയാം? എൻക്യാപ്സുലേഷൻ. അതായത് നമ്മൾ ക്യാപ്സ്യൂൾസ് അല്ല, ക്യാപ്സ്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ടാബ്ലറ്റ്സ്. ഇതാണ് ഓരോ ക്യാപ്സ്യൂൾസ് അറിയണം. ക്യാപ്സ്യൂൾസിൻ്റെ അകത്ത് എന്തുണ്ട്? ഓരോരോ മരുന്നുകളുണ്ട്. ഈ ക്യാപ്സ്യൂൾസിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മളൊരു ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ ക്ലാസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ അതിൻ്റെ അകത്ത് എന്തുണ്ടാവും? വേരിയബിൾസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ്. ഇതിനെല്ലാം കൂടി പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ് എന്തിൽ? ക്ലാസ്സിൽ. ഈ ഒരു സാധനത്തിൽ ക്യാപ്സ്യൂളിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതിനെ പറയുന്ന ആ പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ മെക്കാനിസത്തെ പറയുന്ന പേരാണ് എന്ത്? എൻക്യാപ്സുലേഷൻ. മനസ്സിലാവും? ഇൻ എൻക്യാപ്സുലേഷൻ the variables of a class will be hidden from other classes and can be accessed only through the methods of the current class. So എൻക്യാപ്സുലേഷനിലാണെങ്കിൽ ഡേറ്റ ഹൈഡിങ്, അതായത് മെമ്പേഴ്സോ വേരിയബിൾസ് ഒക്കെ എന്തായിരിക്കും? ഈ ക്ലാസ്സിനുള്ളിലായിരിക്കും എൻക്യാപ്സുലേറ്റ് വെച്ചിരിക്കും. ഹൈഡിങ് അൺനെസറി ഡീറ്റെയിൽസ് അറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ലെവൽ. ഓക്കെ, നോക്കിയേ, ഇതൊരു കാറിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ഡേറ്റ ഫ്രം ആക്സിഡൻ്റൽ കറപ്ഷൻ ബൈ മീൻസ് ഓഫ് ആക്സസ് സ്പെസിഫിയേഴ്സ്. ഇറ്റ് പ്രൊവൈഡ് സെക്യൂരിറ്റി. അത് നമ്മൾ ഡീറ്റെയിൽഡ് പറയാം എന്താണ് ആക്സസ് സ്പെസിഫിയർ. ഇനി കൊടുത്തിരിക്കുന്ന അബ്സ്ട്രാക്ഷനും എൻക്യാപ്സുലേഷൻ തമ്മിലുള്ള ഡിഫറൻസിയേഷനാണ്. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നോക്കിക്കേ. അബ്സ്ട്രാക്ഷൻ ഇസ് എ ജനറൽ കോൺസെപ്റ്റ് ഫോർമഡ് ബൈ എക്സ്ട്രാക്ടിങ് ദ കോമൺ ഫീച്ചേഴ്സ് ഫ്രം സ്പെസിഫിക് എക്സാമ്പിൾസ് ഓർ ദ ആക്ട് ഓഫ് വിഡ്രോയിങ് ഓർ റിമൂവിങ് സംതിങ് അൺനെസസറി. എൻക്യാപ്സുലേഷൻ എന്താണ്? പുറത്തു നിന്ന് സേഫ് ആക്കാൻ വേണ്ടി എന്തോ കീപ്പ് ചെയ്യുന്നതാണ് എൻക്യാപ്സുലേഷൻ. You can use abstraction using interference and abstract class യൂസ് ചെയ്ത് നമുക്ക് അബ്സ്ട്രാക്ഷൻ യൂസ് ചെയ്യാം. എൻക്യാപ്സുലേഷൻ മെയിൻലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആക്സസ് മോഡിഫയേഴ്സ്, അതായത് പബ്ലിക്, പ്രൊട്ടക്റ്റഡ്, പ്രൈവറ്റ് അങ്ങനത്തെ ആക്സസ് മോഡിഫയേഴ്സ് യൂസ് ചെയ്തായിരിക്കും. അബ്സ്ട്രാക്ഷൻ സോൾവ്സ് ദ പ്രോബ്ലം ഇൻ ഡിസൈൻ ലെവൽ. അബ്സ്ട്രാക്ഷൻ ഡിസൈൻ ലെവലിൽ സോൾവ് ചെയ്യും. എൻക്യാപ്സുലേഷൻ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലായിരിക്കും സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് അല്ല, ഫിഫ്ത്ത് കോൺസെപ്റ്റാണ് ഇൻഹെറിറ്റൻസ്. എന്താണ് ഇൻഹെറിറ്റൻസ്? നമ്മൾ ഇൻഹെറിറ്റൻസ് ബയോളജി പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഇൻഹെറിറ്റൻസ് നമ്മുടെ അപ്പൂൻ്റെ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. തലമുറയാണ് ഇൻഹെറിറ്റൻസ് പറയുന്നത്.
So it is a process by which objects of one class acquire the properties of objects of another class. അതായത് ഇപ്പോൾ എനിക്ക് കിട്ടിയ കാര്യങ്ങൾ ചിലപ്പോൾ എൻ്റെ അച്ഛനിൽ നിന്ന് എനിക്ക് കിട്ടിയതായിരിക്കാം, എൻ്റെ അച്ഛനെ കിട്ടിയ എൻ്റെ അച്ഛൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടിയതായിരിക്കാം. സോ അങ്ങനെ ഒരു തലമുറ കൈമാറ്റം നമുക്കുണ്ട്. അതേപോലെ ആ ഒരു പ്രോസസ്സിന്, അതായത് ഒരു ക്ലാസ്സിന് കിട്ടിയ ഒബ്ജക്ട്സിൻ്റെ പ്രോപ്പർട്ടീസ് വേറൊരു ക്ലാസ്സിന് ആ പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്യുന്നതിന് നമുക്ക് എന്തെന്ന് പറയാം? ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ദ കാപ്പബിലിറ്റി ഓഫ് എ ക്ലാസ് ടു ഡിറൈവ് പ്രോപ്പർട്ടീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം അനദർ ക്ലാസ്. ഒരു ക്ലാസ്സുകാർ എന്ത് ചെയ്തു? ഒരു ക്ലാസ് പ്രോപ്പർട്ടീസ് ഡിറൈവ് ചെയ്തു, അതേപോലെ വേറൊരു ക്ലാസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും പ്രോപ്പർട്ടീസും ആയിരിക്കും ഡിറൈവ് ചെയ്യുന്നത്. അങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്ലാസ്സിന് നമുക്ക് എന്താ പറയുക? ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ഇൻഹെറിറ്റൻസ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് ഒബ്ജക്ട്സ് ഓഫ് വൺ ക്ലാസ് അക്വയർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഒബ്ജക്ട്സ് ഓഫ് അനദർ ക്ലാസ്. ഓക്കെ, നമുക്ക് രണ്ട് ക്ലാസ്സാണ് മെയിൻലി ഉള്ള, ബേസ് ക്ലാസ്സും ഡിറൈവ്ഡ് ക്ലാസ്സും. ദ ക്ലാസ് ഹൂസ് പ്രോപ്പർട്ടീസ് ആർ ഇൻഹെറിറ്റഡ് ബൈ സബ് ക്ലാസ് എന്ന് പറഞ്ഞാൽ സബ് ക്ലാസ്സിൽ നിന്നാണ് നമ്മളിപ്പോൾ 3 ടൈപ്പ് ക്ലാസ് എടുത്തത്: പാരന്റ് ക്ലാസ്, ചൈൽഡ് ക്ലാസ്, കാർ ഒബ്ജക്ട്സ്. സബ് ക്ലാസ്സിൽ നിന്നാണ് നമ്മൾ സബ് ക്ലാസ്സിൽ നിന്നാണ് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്തെങ്കിൽ അതിൻ്റെ ബേസ് ക്ലാസ് അല്ലെങ്കിൽ സൂപ്പർ ക്ലാസ് എന്ന് പറയും. ഡിറൈവ്ഡ് ക്ലാസ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വേറൊരു ക്ലാസ്സിൽ നിന്നാണ് നമ്മളിത് ഇൻഹെറിറ്റ് ചെയ്തെങ്കിൽ അത് സബ് ക്ലാസ് ഓർ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയും. ഓക്കെ, ഇൻഹെറിറ്റൻസിലെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ദ കോൺസെപ്റ്റ് ഓഫ് റീയൂസബിലിറ്റി. അതാണ് മെയിൻ തിങ്. Inheritance supports the use of concept of reusability. That is, when we want to create a new class and there is already a class that includes some of the code that we want, we can derive our new class from the existing class. അതായത് നമുക്കിപ്പോൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ഓൾറെഡി ആ ക്ലാസ്സിൽ സം കോഡ് നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ പഴയ ക്ലാസ്സിൽ നിന്ന് പുതിയ ക്ലാസ്സിലോട്ട് എന്ത് ചെയ്യാം? ഡിറൈവ് ചെയ്യാൻ പറ്റും. ബൈ ഡൂയിങ് ദിസ് വി ആർ റീയൂസിങ് ദ ഫീൽഡ് ആൻഡ് മെത്തേഡ്സ് ഓഫ് എക്സിസ്റ്റിംഗ് ക്ലാസ്. എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ്സിൻ്റെ ഫീൽഡ്സും മെത്തേഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? റീയൂസ് ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട്സ് ദ കോൺസെപ്റ്റ് ഓഫ് റീയൂസബിലിറ്റി. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് നോക്കാം. ജസ്റ്റ് വായിച്ചത് ഡീറ്റെയിൽഡ് നോക്കണ്ട. നമുക്ക് മൊത്തം 5 ടൈപ്സ് ആണുള്ളത്: സിംഗിൾ ഇൻഹെറിറ്റൻസ്, ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആൻഡ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, next and the final concept of object-oriented programming, that 6th one, is polymorphism. The word polymorphism means having many forms. So polymorphism എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫോംസ് ഉണ്ടാവും. അതായത് ഇറ്റ് മീൻസ് ദ എബിലിറ്റി ടു ടേക്ക് മോർ ദാൻ വൺ ഫോം. അതിനൊരു എബിലിറ്റി ഉണ്ട്, അത് ഒന്നിൽ കൂടുതൽ ഫോം ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഉണ്ട്. An operation may exhibit different behavior in different instances. The behavior depends upon the types of data used in the operation. അതാണ് ഈ പറയുന്നത്. Language ability to process objects differently depending on the data type or class. An operation may exhibit different behavior in different instances. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് യൂസ് ചെയ്യുക അതനുസരിച്ചിരിക്കും ബിഹേവിയർ ഓഫ്. ഓക്കെ, ability for objects of different class related by inheritance to respond differently to the same member function call. ഓക്കെ, സോ നമ്മൾ 6 ബേസിക് കോൺസെപ്റ്റ്സും ഇന്ന് നമ്മൾ നോക്കി. സോ നിങ്ങൾക്ക് എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഫോർ മോർ വീഡിയോസ് സ്റ്റേ ട്യൂൺഡ് ഇൻ അവർ ചാനൽ. താങ്ക് യു.